ബണ്ണിക്കുട്ടന്മാരില്ലാതെ എന്ത് ഈസ്റ്റർ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബണ്ണിക്കുട്ടനെ ഉണ്ടാക്കാൻ വേണ്ടി മാജിക് റിങ് ചെയ്തിട്ട് മാജിക് റിങ്ങിലേക്ക് നമുക്ക് 3 ചെയിൻസ് ഇട്ട് കൊടുക്കാം. 1 2 3 3 ചെയിൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാജിക് റിങ്ങിലേക്ക് 8 ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ 8 ഡബിൾ ക്രോഷ് ചെയ്തു. ഇനി 8 ഡബിൾ ക്രോഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ചെയിൻ ഇടാം. 4 ചെയിനാണ് നമ്മുടെ ബണ്ണിക്കുട്ടന്മാരുടെ വാല്. എന്നിട്ട് ആ വാല് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ആ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാജിക് റിങ്ങിലേക്ക് നമ്മൾ 7 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യേണ്ടതുണ്ട്. ഏഴ് ഡബിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാജിക് റിങ്ങിൽ ഒന്ന് ആ നടുക്ക് ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പ് നമുക്ക് മാറ്റി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ത്രെഡ് ആ യാൺ അങ്ങോട്ട് വലിച്ച് ആ സർക്കിളിൻ്റെ നമുക്ക് ഗ്യാപ്പ് ഇല്ലാണ്ടാക്കാം. നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചു കഴിഞ്ഞ് ഗ്യാപ്പ് ഇല്ലാതെയാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിലെ ആ റോയിലെ ഫസ്റ്റ് സ്റ്റിച്ചിലെ എന്ത് ചെയ്യുക, നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മൊയിലും കുട്ടന്മാരുടെ ബണ്ണിക്കുട്ടന്മാരുടെ ബോഡി റെഡി ആയിട്ടുണ്ട്. ഇനി തല ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് റോയിൽ നമ്മൾ എന്ത് ചെയ്യുക, 3 ചെയിൻ ഇട്ടിട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 4 ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം. അപ്പം 4 ഡബിൾ ക്രോഷ് ചെയ്യുമ്പോഴേക്കും ബണ്ണിക്കുട്ടന്മാരുടെ തലയും റെഡി ആയിട്ടുണ്ട്. ഇനി ബണ്ണിക്കുട്ടന്മാർക്ക് എന്താ വേണ്ടത്, ചെവി വേണോ അല്ലേ? 2 ചെവി വേണം. അപ്പം ചെവി ചെയ്യാനായിട്ട് നമ്മൾ 8 ചെയിനാണ് ഇടാൻ പോകുന്നത്. 8 ചെയിൻ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് നമുക്കത് തല യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് തലയിലേക്ക് എന്ത് ചെയ്യുക, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ചെവി പോരല്ല, 2 ചെവി വേണ്ടേ? രണ്ടാമത്തെ ചെവി ചെയ്യാനും നമുക്ക് അതുപോലെ തന്നെ 8 ചെയിൻ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അതിൽ കാണുന്ന ആ ലൂപ്പില്ലേ, അതുപോലെ ലൂപ്പ് കാണാൻ പറ്റും. ആ ലൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മൊയിലൻകുട്ടൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ആ യാണൊന്ന് കട്ട് ചെയ്ത് ഒരു നീളത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊരു സൂചിയിൽ കോർത്ത് അതൊന്ന് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ മൊയിലൻകുട്ടന്മാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്കിനി ഇതുപോലെ ഭംഗിയുള്ള വേറൊരു വർക്കായിട്ട് നാളെ കാണാം. ബൈ ബൈ.